ബിസിനസ് ഇംഗ്ലീഷിൽ കുറേ കൂടി ഫോർമലാണ് നമ്മൾ. അതായത് ഇൻഫോർമലായിട്ടുള്ള ഒരു ഡയലോഗ്സുകളോ ഒരു യൂസേജുകളോ അല്ലെങ്കിൽ സ്ലാങ് ഒന്നും നമുക്ക് അത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മൾ ബിസിനസ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതായത് മെയിൽ, റിപ്പോർട്ട്സ്, പ്രസൻറ്റേഷൻ, അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ അങ്ങേറ്റം ഫോർമൽ തന്നെ ആയിരിക്കണം. നമുക്ക് ഗ്രീറ്റ് ചെയ്യണം. ഗ്രീറ്റിങ്സിൻ്റെ ഒരു സെഗ്മെൻ്റ് എടുത്ത് പറയണം. അതിൽ ബേസിക് ഇംഗ്ലീഷിൽ ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ മതി. അതേസമയം ബിസിനസ് ഇംഗ്ലീഷിൽ നമുക്ക് ഈ ഒരു ഇൻറ്റിമസിയോ അല്ലെങ്കിൽ ഈ ഒരു ഫ്രീഡം നമുക്ക് കിട്ടില്ല. ബിസിനസ് ഇംഗ്ലീഷിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും, ഹലോ ഐ ട്രസ്റ്റ് ദിസ് മെസ്സേജ് ഫൈൻഡ്സ് യു വാവ്. അടുത്ത ഒരു കാറ്റഗറിയിൽ നോക്കാം. നമ്മൾ ഇമെയിൽ ക്ലോസിങ്സ് ആണെന്ന് വിചാരിക്കുക സപ്പോസ്. അതിൽ ബേസിക് ഇംഗ്ലീഷിൽ നമ്മൾ താങ്ക്സ് പറഞ്ഞാൽ മതി. അതേസമയം ബിസിനസ് ഇംഗ്ലീഷിൽ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ, ലാസ്റ്റ് റിഗാർഡ്സ്. നെക്സ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യണം. ബേസിക് ഇംഗ്ലീഷിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ യു പാസ് ദിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇൻഫോർമലായിട്ടാണ് നമ്മൾ ചെയ്തത്. ബട്ട് വയർസ് ഇറ്റ്സ് ഇൻ ബിസിനസ് ഇംഗ്ലീഷ്, could you please provide the necessary document by Friday? ശ്രദ്ധിച്ചേക്കാം, ഇൻഫോർമൽ ഇംഗ്ലീഷിൽ നമ്മൾ ക്യാൻ ഉപയോഗിച്ചു, പക്ഷേ ഫോർമൽ ഇംഗ്ലീഷിൽ നമ്മൾ കുഡ് ഉപയോഗിച്ചു. ക്യാൻ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് തന്നെയാണ്, പക്ഷെ എന്നിരുന്നാലും അത് ഇൻഫോർമലാണ്. കുഡ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് തന്നെയാണ്, പക്ഷെ എത്രത്തോളം പൊളൈറ്റാണെന്നുള്ളതാണ്. ബേസിക് ഇംഗ്ലീഷിൽ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം, പക്ഷേ ബിസിനസ് ഇംഗ്ലീഷിലേക്ക് വരും. നിങ്ങൾ ഫോർമലായിട്ടുള്ള മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാൻ പ്ലേസ് അവിടെ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങളവിടെ കുഡ് കൊണ്ടുവയ്ക്കണം. നമുക്ക് അപ്പോളജിയുടെ കാര്യങ്ങൾ പറയേണ്ടി വരികയാണ്. ബേസിക് ഇംഗ്ലീഷിൽ നമ്മൾ അപ്പോളജൈസ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് സോറി അബൌട്ട് ഇറ്റ്സ്, സോറി അബൌട്ട് ദാറ്റ് എന്നൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ബിസിനസ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് വെറുതെ സോറി അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞ് നിർത്തല്ല ചെയ്യുന്നത്. ഐ അപ്പോളജൈസ് ഫോർ എനി ഇൻകൺവീനിയൻസ് കോസ്റ്റ് ബൈ ദ ഡിലേ ഇൻ ദ പ്രോജക്റ്റ്. ഇത്തരം ടേംസുകൾ, ടെർമിനോളജികൾ കോണ്ടെക്സ്റ്റിലനുസരിച്ച് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. അത് വളരെ ജെന്യുവനായിട്ട് ഫ്ലുവൻ്റായിട്ട് നേച്ചുറലായിട്ട് സംസാരിക്കണം. ഇത്തരം എക്സാമ്പിളുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതായത് നിത്യജീവിതത്തിൽ ഒരു വ്യക്തി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് പോലെയല്ല ബിസിനസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ബിസിനസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറേ കൂടി ഫോർമലാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറേ കൂടി ഇൻഫോർമലാണ്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അകത്ത് നമുക്ക് നിരവധി മിസ്റ്റേക്സുകൾ വരുത്താം. സ്വാഭാവികമായിട്ട് ഒരു ശരാശരി വ്യക്തിക്ക് ധാരാളം തെറ്റുകൾ സംസാരിക്കുമ്പോൾ വരും. പക്ഷേ ബിസിനസ് ഇംഗ്ലീഷിൽ നിങ്ങൾ ഫ്രെയിം ചെയ്യുന്ന സെൻറ്റൻസുകൾ ഷാർപ്പായിരിക്കണം, അത് പ്രിസൈസ്ഡ് ആയിരിക്കണം, അത് റിച്ച് ഇൻ വൊക്കാബുലറി ആയിരിക്കണം. അതിൻ്റെ സ്ട്രക്ചേഴ്സ് മറ്റുള്ളവർക്കും കൂടി അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ യു വിൽ ബി മാസ്റ്ററിംഗ് ബിസിനസ് ഇംഗ്ലീഷ്.